ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്താനിരിക്കുന്ന പരീക്ഷകളെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പരീക്ഷ ഒബ്ജക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു പരീക്ഷ ഒബ്ജക്റ്റീവ് ആയിരിക്കുമോ അല്ലയോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പരീക്ഷ ഒബ്ജക്റ്റീവ് ആയിരിക്കും, ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ പാർട്ട് 1 100 മിനിറ്റ് ആണ്. പാർട്ട് 1 100 ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ. അതുപോലെ പാർട്ട് 2 50 ക്വസ്റ്റ്യൻസ് ആണ്, അതിന് 50 മിനിറ്റ് ഉണ്ട്. പാർട്ട് 3 20 ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ 20 മിനിറ്റുമാണ് ആകെ ലഭിക്കുന്ന സമയം. പിന്നെ ഒരു കാര്യം അവർ പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പം നമ്മളൊരു 100 ഒരു 90 എണ്ണം അറ്റൻഡ് ചെയ്ത് അതിൽ 80 എണ്ണം ശരിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്ക് തന്നെ ലഭിക്കും, നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അവർ മെയിൽ അയക്കാൻ വേണ്ടി ഒരു മെയിൽ ID തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓരോ എക്സാമിനും, അതായത് ഓരോ പാർട്ടിനും ഒരു പഠന സഹായി തരുന്നുണ്ടായിരുന്നു, PDF അയച്ചു തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 17 വരെയാണ്. ഫെബ്രുവരി 17 ശനിയാഴ്ച വരെ മാത്രമാണ് ഈ ഒരു PDF ഫോമാറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും PDF വേണ്ടവർ സൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്, അതിൽ കയറി അപ്ലൈ ചെയ്യുക. പിന്നെ ഷോർട്ട് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപേക്ഷകരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റ്, അതിപ്പോൾ ഓരോ പാർട്ടിലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന ക്രമത്തിൽ സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപേക്ഷയോടൊപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 5 അക്കങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ആ ലിസ്റ്റിൽ നിന്ന് നമ്മളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് 3 PDF പോലെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതിൽ 3 ഷോർട്ട് ലിസ്റ്റും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും നിങ്ങൾ ഏത് പാർട്ടിലേക്കാണോ അപ്ലൈ ചെയ്തത് ആ പാർട്ടിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക.